ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുപ്പ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രീ ജോർജ് ജോസഫ് പറയായിരുന്നു 51 വയസ്സിന് ശേഷമുള്ള ഈ സെബാസ്റ്റ്യനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഇയാളുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അത് ഈ കേസിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുകയാണോ ക്രൈംബ്രാഞ്ച്? എപ്പോഴാണ് മൊഴിയെടുക്കുന്നത് ആരംഭിച്ചത്? അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ സുബി ഇവിടെ എത്തിയിട്ട്. മൊഴിയെടുപ്പ് തുടരുകയാണ്. നേരത്തെ ഒരു തവണ സുബിയുടെ മൊഴി എടുത്തിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ച് നല്ലതെല്ലാമാണ് സുബി ഇതുവരെ നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ പെടും എന്ന് അറിയില്ല. അത്തരം സാധ്യതകളൊന്നും ഒരു രീതിയും ഉണ്ടായിട്ടില്ല. ഷുഗർ മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, താനാണ് സെബാസ്റ്റ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്, അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യം സുബി ചോദിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ വിവാഹ സമയത്തൊക്കെ ഈ ബിന്ദു പത്മനാഭനെ കുറിച്ച് മാത്രമാണ് കേട്ടിരുന്നത്. അതിനുശേഷമുള്ള ഒരു സ്ത്രീകളെക്കുറിച്ചും താൻ കേട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വസ്തു ഇടപാടുകളാണ് സെബാസ്റ്റ്യനുള്ളത് എന്നുമാണ് ഈ സുബി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തെളിവുകളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നതോടെ സെബാസ്റ്റ്യന് കൂടുതൽ വിവരങ്ങൾ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ, കൂടുതൽ തെളിവ്, ഇതാണ്. അതായത് പ്രതിയിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നതോടെ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം, കോട്ടയത്തെ സംഘം മാറി എന്നുള്ളതാണ് തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈരാറ്റുപേട്ടയിൽ ഈ മൊബൈൽ റീചാർജ് ചെയ്ത കടയിലടക്കം തെളിവെടുപ്പിനായി എത്തിച്ചേക്കും എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. പക്ഷേ സുബി വന്ന സാഹചര്യത്തിൽ സുബിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത. എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ മൊഴിയെടുപ്പ് തുടങ്ങിയിട്ട്. വളരെ നിർണായകമാണ് ഇന്ന് ഇക്കാര്യങ്ങൾ. നാളെ ഒരുപക്ഷെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ സെബാസ്റ്റ്യനെ വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ആലപ്പുഴയിൽ നിന്നുള്ള സംഘം വീണ്ടും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കും. മറ്റ് കേസുകളിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. നേരത്തെയും സുബിയുടെ മൊഴി എടുത്തതാണ്. ഇയാൾ അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ തെളിവുകളിലേക്കാണ് കടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ്. അതേസമയം സെബാസ്റ്റ്യൻ പ്രതിയായ തിരോധാന കേസുകളിൽ മൃതദേഹം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ സംഘം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവർ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കും. ഇന്ത്യയിൽ തന്നെ ഈ NCESS-നെ ഉപയോഗിച്ച് നടത്തുന്ന രണ്ടാമത്തെ പരിശോധന അല്ലെങ്കിൽ രണ്ടാമത്തെ കേസാണിത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, പല വിവരങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇനി വേണ്ടത് തെളിവുകളാണ്. ആ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഈ ഇന്നത്തെ NCESS-ന്റെ സഹായത്തോടെയുള്ള പരിശോധന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടു കൂടിയുള്ള പരിശോധന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. NCSS-ന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് NCSS-നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി തേടിക്കൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. അവര് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. വീടിനകമാണ് പ്രധാനമായും അവർ പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചാണ് പരിശോധന ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ ഏകദേശം 5 മീറ്റർ താഴ്ച വരെ ഉള്ള എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് അസ്ഥികളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കണ്ടെത്താനാകും. ആ ഒരു വീടിനകം കേന്ദ്രീകരിച്ച്, കാരണം കഴിഞ്ഞ ദിവസം ബ്ലഡ് സ്റ്റെയിൻസ് ഉൾപ്പെടെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ വീടിനകം കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായി പരിശോധന നടത്തുക. ഒപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്പോട്ടുകളും കൂടി ഒന്ന് നോക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് മുഴുവൻ സ്ഥലവും പരിശോധിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം
അത് മാസങ്ങളോളം ആ പരിശോധന വേണ്ടിവരും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി NCSSലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച ഒരു കുറ്റാന്വേഷണത്തിലേക്ക് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നത് എർത്ത് സയൻസ് സ്റ്റഡീസിലെ ഉദ്യോഗസ്ഥരാണ്. ഇവരെ ഉപയോഗിക്കുന്നത് നിസാമുദ്ദീൻ കേസാണ്. അതും ഇതുപോലെ തന്നെ പള്ളിപ്പുറത്തെ ഒരു 15 വയസ്സുകാരനായ കുട്ടിയുടെ തിരോധാനമാണ്. ആ കുട്ടിയെ കാണാതായതിനു ശേഷം പിന്നീട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടേയില്ല. തുടർന്ന് അന്ന് സംശയിക്കപ്പെട്ട കുട്ടി മിസ്സിംഗ് ആയെന്ന് സംശയിക്കപ്പെട്ട പുരയിടമാണ് ഇവർ പരിശോധിക്കുന്നത്. ഏകദേശം 1 ഏക്കറോളം വരുന്ന ആ പുരയിടം പക്ഷേ ഉദ്യോഗസ്ഥർക്ക് വിജയകരമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും അത്രയും ഒരു സ്പേസ് അവർക്ക് അങ്ങനെ പരിശോധിക്കാൻ ഈ ചെറിയ ഉപകരണം ഉപയോഗിച്ച് പറ്റില്ല. പക്ഷെ ആ ഒരു ഐഡന്റിഫൈ ചെയ്തൊരു സ്പോട്ട് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഈ വീടിനകം പോലെയുള്ള പരിശോധനകളാണെങ്കിൽ അത് കുറെ വിജയകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ NCSSലെ ഉദ്യോഗസ്ഥരെ ഇവർ ഉപയോഗപ്പെടുത്താനായി പോകുന്നത് തീർച്ചയായും ഈ വീടിനകത്തുള്ള പരിശോധനയ്ക്ക് തന്നെയാണ്. വീടിനോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രധാനമായി പരിശോധന ഉണ്ടാവുക. ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരുപക്ഷെ സംശയം തോന്നുന്ന ഇടങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ 1 സെന്റോ അങ്ങനെയുള്ള ഒരു ചെറിയ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അതിനകത്തുള്ള പരിശോധന വിജയകരമാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ 2.5 ഏക്കറൊക്കെ ആണെങ്കിൽ അത് മാസങ്ങളോളം നീളുന്ന പരിശോധനയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി സംശയമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഉണ്ടാവുക. പ്രധാനമായും തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 5 മീറ്റർ വരെ അകത്തേക്ക് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റിയുള്ള റഡാർ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും പരിശോധിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വിശദമായ പരിശോധന തന്നെ നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർ മരണവിവരം അറിയിച്ചില്ല എന്നാണ് ആരോപണം. ഭർത്താവിന്റെ അമ്മയുമായി ജിസ്നയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്താവ് ജിസ്നയെ മർദ്ദിച്ചിരുന്നു എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ തള്ളുകയാണ് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ. സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഇരുവരും തമ്മിൽ വഴക്കോ സംഘർഷമോ ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്ന് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ പറയുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ 2 കുടുംബങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ജിസ്നയുടെ കുടുംബം ആരോപിക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണ്? ശ്രീജ, ഇന്നലെ വൈകുന്നേരമാണ് ബാലുശ്ശേരിയിലെ വീട്ടിൽ ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃപിതാവ് വീട്ടിൽ പോയ ശേഷം മടങ്ങി എത്തുമ്പോഴാണ് ഇത്തരം കാണുകയും ചെയ്തത്. പിന്നീട് ബാലുശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയുമാണ്. കണ്ണൂർ കേളകത്താണ് ജിസ്നയുടെ വീട്. അവിടെ നിന്നും ബന്ധുക്കൾ അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ എത്തുകയും ചെയ്തിരുന്നു. അവർ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കുന്ന സ്ഥലത്തുണ്ട്. അവരാണ് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ജിസ്നയും ഭർത്താവ് ശ്രീജിത്തുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും കുടുംബ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ ശ്രീജിത്തിന്റെ അമ്മയും ജിസ്നയും തമ്മിൽ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ശ്രീജിത്തിനും അമ്മയ്ക്കുമൊക്കെ പങ്കുണ്ടാവും എന്ന ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ശ്രീജിത്തിൽ നിന്നും അർത്ഥമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്ന ഒരു സംശയം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീജിത്തിന്റെ കുടുംബം ഈ ആരോപണങ്ങൾ പാടെ തള്ളുകയാണ്. കാരണം ഈ അയൽവാസികൾ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അവരൊക്കെ വളരെ സ്വരച്ചേർച്ചയിലാണ്. ഇവർ സ്വരച്ചേർച്ചയില്ലാതെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. വഴക്കോ മറ്റു പ്രശ്നങ്ങളോ വീട്ടിൽ നിന്നും ഒരിക്കലും കാണാറുണ്ടായിരുന്നില്ല എന്നും പറയുന്നു.